ഫലസ്തീനികളെ ഒഴിപ്പിച്ച് ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ശക്തമാവുകയാണ്. ജർമ്മനി, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങൾ മുതൽ ചൈന, റഷ്യ അടങ്ങുന്ന ലോക ശക്തികൾ വരെ ട്രംപിന്റെ പ്രഖ്യാപനത്തെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ ഗസയിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDFനാണ് ഫലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനുള്ള ചുമതല ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗസ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗകര്യമൊരുക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ് സൈന്യത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് കാറ്റ്സ് വെളിപ്പെടുത്തിയത്. എന്നാൽ ഫലസ്തീനി വംശീയ ഉന്മൂലനത്തിനുള്ള പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്നാണ് വിവരം. നാടുവിട്ട് മറ്റു പ്രദേശങ്ങളിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഗസക്കാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്ന് പറയുന്നു ഇസ്രായേൽ കാറ്റ്സ്. ശക്തമായ പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഗസ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് പദ്ധതി. ഗസക്കാരെ സ്വീകരിക്കാൻ ഒരുക്കമുള്ള ഏതൊരു രാജ്യത്തേക്കും അവരെ അയക്കാനുള്ള സൗകര്യം ഇസ്രായേൽ ഒരുക്കും. കരമാർഗമോ സമുദ്രം വഴിയോ വ്യോമമാർഗമോ ഏതു തരത്തിലും ഇവരെ അയക്കാനുള്ള സജ്ജീകരണങ്ങളും ചെയ്യും. ഇങ്ങനെ പോകുന്നു കാറ്റ്സിന്റെ പ്രഖ്യാപനം. ഹമാസിനോടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തെ വിമർശിക്കുന്ന രാജ്യങ്ങൾക്ക് അവരെ ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗസ യുദ്ധത്തെ നിരന്തരം വിമർശിക്കുകയും ഫലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്ത സ്പെയിൻ, അയർലൻഡ്, നോർവേ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞാണ് കാറ്റ്സ് ഇക്കാര്യം പറഞ്ഞത്. ഈ രാജ്യങ്ങൾ ഗസയിലെ തങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് വ്യാജ ആരോപണങ്ങളും വാദങ്ങളുമാണ് ഉയർത്തുന്നതെന്നും ഗസക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ അവരുടെ കാപട്യമാണ് പുറത്താകുന്നതെന്നുമായിരുന്നു കാറ്റ്സ് വിമർശിച്ചത്. ഈ പരാമർശങ്ങൾക്ക് പിന്നാലെ ശക്തമായ വിമർശനവുമായി സ്പെയിനും രംഗത്തെത്തിയിട്ടുണ്ട്. ഫലസ്തീനികൾ എവിടെ കഴിയുമെന്ന ചർച്ചയുമായി ഒരാളും വരേണ്ടതില്ലെന്നാണ് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ ആൽബറസ് തുറന്നടിച്ചത്. ഫലസ്തീനികൾ എവിടെ പോകണമെന്ന സംവാദം തന്നെ വേണ്ട, ആ സംവാദം അവസാനിച്ചതാണ്. ഗസക്കാരുടെ ഭൂമി ഗസ തന്നെയാണ്. ഭാവി ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമായി ഗസയും ഉണ്ടാകണം. സ്പെയിനും ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും അതിന് അംഗീകാരവും നൽകുന്നുണ്ടെന്നും ആൽബറസ് ചൂണ്ടിക്കാട്ടി. സ്പെയിൻ സ്വതന്ത്രമായും സ്വയം പരമാധികാരത്തോടെയുമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ജോസ് ആൽബറസ് പറഞ്ഞു. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുറത്തുള്ള ആരും പറഞ്ഞു തരേണ്ട. സ്പെയിൻ ഫലസ്തീനുകളെയും കുട്ടികളെയും രോഗികളെയും അഭയാർത്ഥികളെയും എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നു കരുതി ഗസ ഗസക്കാരുടെ ഭൂമിയാണെന്ന യാഥാർത്ഥ്യം മാറില്ല. ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത ബോംബാക്രമണത്തിനിരയായി 45,000-ലേറെ പേർ മരിച്ചു വീണ യുദ്ധത്തിൽ സാധ്യമായ എല്ലാ മാനുഷിക സഹായവും സ്പെയിൻ എത്തിക്കുന്നുണ്ട്. ആദ്യം ഗസ പുനർനിർമ്മിക്കുകയാണ് ലോകം ചെയ്യേണ്ടതെന്നും സ്പാനിഷ് മന്ത്രി കൂട്ടിച്ചേർത്തു. ഗസ അമേരിക്ക ഏറ്റെടുക്കുകയും ഫലസ്തീനുകളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത്. വൈറ്റ് ഹൗസിൽ നെതന്യാഹുവിനെ തൊട്ടടുത്തിരുത്തിയായിരുന്നു പ്രഖ്യാപനം. പശ്ചിമേഷ്യയുടെ റിവിയേരയാക്കി ഗസയെ മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മരണത്തിന്റെയും വിനാശത്തിന്റെയും പ്രതീകമാണ് ഇന്ന് ഗസ. ഏറെക്കാലമായി ഗസയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിൽ മേഖലയിലെ പല നേതാക്കളുമായും സംസാരിച്ചു. അമേരിക്ക ഗസ മുൻപ് ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാവർക്കും അത്തരമൊരു ആശയം ഇഷ്ടമായിട്ടുണ്ടെന്നും ദീർഘകാലത്തേക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് ട്രംപ്. വിസ്മയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഗസയെന്നാണ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. സമുദ്രത്തിന് മുകളിൽ മികച്ച കാലാവസ്ഥയുള്ള പ്രദേശത്ത് മനോഹരവും അതിശയകരവുമായ പലതും ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പുതിയ ഗസയിൽ ആരാകും താമസക്കാരെന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ലോകത്തെങ്ങുമുള്ള മനുഷ്യർ എന്ന് അർത്ഥശങ്കയില്ലാത്ത വിധം മറുപടി പറയുകയും ചെയ്തിരുന്നു US പ്രസിഡന്റ്.